വയനാട് പുൽപ്പള്ളി വാടാനക്കവലയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ കടുവയെ ആദ്യം കണ്ടത്. പിന്നീട് ഇതേ മേഖലയിൽ കടുവ കാട്ടുപന്നിയെ ഓടിക്കുന്നത് കണ്ടതായി സമീപവാസിയായ ബിജുവും ഭാര്യയും പറഞ്ഞു. പന്നിയെ ഓടിച്ചു വന്നാൽ പന്നി അത്ര സ്പീഡിലും അല്ല, എന്നാൽ കടുവ അത്ര സ്പീഡിലല്ല. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കാണാറുണ്ട്. ഈ പറമ്പിൻ്റെ സൈഡിൽ വന്നു നേരെ ആ പറമ്പിൽ പോയി. അവർ നേരെ വനമൂരുകാരുടെ പറമ്പാണ് അത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ കുറേ നേരം ഭയങ്കര ശബ്ദം ഉണ്ടാക്കലും ബഹളം ഉണ്ടാക്കലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പക്ഷേ എന്താ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് പഠിത്തമുള്ളത് എൻ്റെ ഒരു വലിയ ഭാഗ്യം. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞു മക്കളാണ് 3 പേരുള്ള 3 പേര് ഈ മിറ്റത്തോട് കൂടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണല്ലോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടും വെച്ചാൽ ഒരാഴ്ച മുന്നേ ഒരു ആടിനെ പിടിച്ചു, അതിന് മുന്നേ കിടാവിനെ പിടിച്ചു. അപ്പോൾ ഉള്ളിൽ പേടിയുണ്ട്. എന്നാണല്ലോ ഈ ഭാഗത്തൂടെ വരുമെന്ന് എനിക്ക് അറിയാമെന്ന് വെച്ചാൽ ഇതിന് നേരെ താഴെ ഒരു വയലാണ്. അവിടെ വലിയ ഫോറസ്റ്റ് പോലെ പൊന്തക്കാട് പിടിച്ച് കിടക്കുക. അവിടെ പന്നിയുണ്ട്. നമ്മുടെ സ്ഥലത്തിനോട് ചേർന്നുള്ള സ്ഥലമാണത്. അപ്പോൾ അവിടെയും എന്താണല്ലോ വന്ന് കൂടാനുള്ള സൗകര്യമുണ്ട് അവിടെ. തുടർന്ന് വനപാലകരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ കടുവയെ കണ്ടെത്തിയെങ്കിലും തൊട്ടടുത്ത തോട്ടത്തിലേക്ക് കടുവ ഓടിമറഞ്ഞു. രണ്ടു മാസമായി മേഖലയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും കടുവയെ പിടികൂടാത്തതിൽ കടുത്ത പ്രതിഷേധവും ഉയരുന്നുണ്ട്. ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ, അതായത് ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മണിക്കൂറിൽ അടുത്ത സ്ഥലത്താണ്, കിലോമീറ്ററുകൾ അപ്പുറത്താണ് കടുവയെ കാണുന്നത്. ഒന്നിലധികം കടുവകളുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അതുകൊണ്ട് തന്നെ കടുവയെ ലൊക്കേറ്റ് ചെയ്യുന്നതിന് ഡ്രോൺ ഉപയോഗിച്ചോ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എവിടെയാണെന്നുള്ളത് കണ്ടെത്തി അതിനെ മയക്കുവെടി വെച്ചോ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചോ പിടിച്ചു മാറ്റേണ്ടത് അനിവാര്യമാണ്. ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ്, പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കടുവയെ പിടികൂടുന്നതിന് താന്നിത്തെരുവിലും സുരഭിക്കവലയിലും വനംവകുപ്പ് കൂടുകൾ സ്ഥാപിച്ചെങ്കിലും കടുവയെ പിടികൂടാനായില്ല. പ്രദേശത്ത് വനപാലകർ ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും പകൽ സമയത്ത് പോലും കടുവയെ നേരിൽ കാണാനായതോടെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. അടിയന്തരമായി കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.